എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു ഗ്രാമം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ. കാട്ടരുവികളും കാനനപാതകളും കാട്ടാനകളും നീർച്ചോലകളും ഒക്കെയുള്ള ഈ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ആദ്യം ഞങ്ങൾ എത്തിച്ചേർന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യാതൊരു അപകടവുമില്ലാതെ കുളിക്കാൻ പറ്റുന്ന ഒരിടം എന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമല്ലെന്ന് തന്നെ പറയാം. കോതമംഗലത്തു നിന്നും തട്ടേക്കാട് വഴി മാമലക്കണ്ടത്തേക്കുള്ള യാത്രാമധ്യേ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരിടം തന്നെയാണ്. കേരളത്തിലെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വേമ്പനാട് കായലിന് ഓരം പറ്റി നിൽക്കുന്ന കുമരകത്തു നിന്നും വന്ന എൻ്റെ സുഹൃത്തുക്കൾ വളരെ ആസ്വദിച്ച് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ മതിമറന്ന് കുളിച്ചു. വളരെ വൈകി എത്തിയതുകൊണ്ടും മാമലക്കണ്ടത്തേക്കുള്ള യാത്രാമധ്യേ ആനയിറങ്ങാൻ സാധ്യത ഉള്ളതിനാലും വളരെ പണിപ്പെട്ട് തന്നെ അവരെ കരകയറ്റേണ്ടി വന്നു എന്ന് തന്നെ പറയാം. മാമലക്കണ്ടത്തേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് ഞങ്ങൾ. കേരളത്തിൽ തന്നെ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരേ ഒരു സ്കൂളിലേക്കാണ് പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ അടുത്ത യാത്ര മുനിപ്പാറയിലേക്കാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മുനിമാർ തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. കരിങ്കൽ പാളികൾ അടുക്കി വച്ചിരിക്കുന്നത് അവിടെ കാണാൻ കഴിയുന്നതാണ്. ഞങ്ങളുടെ അടുത്ത യാത്ര കൊയിനിപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3000 അടി ഉയരെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് എത്തിച്ചേർന്നാൽ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ യാത്രാമധ്യേ വഴിയിൽ കണ്ട ഒരു അതിഥിയാണ്. ഞങ്ങളുടെ വാഹനത്തിന് തടസ്സമായി നിന്നപ്പോൾ അവനെ കാട്ടിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. മലമുകളിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. രാവിലെ 6 മണിക്ക് മുമ്പായി തന്നെ അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ നല്ല മഞ്ഞുള്ള കാലാവസ്ഥയായിരിക്കും. വെയിൽ വന്ന് മഞ്ഞ് മാറുമ്പോൾ ദൂരേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായി കാണാൻ പറ്റുന്നതാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. മൂവാറ്റുപുഴ മുതൽ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ലൈറ്റുകൾ വരെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും എന്നാണ് അറിയുന്നത്. മാമലക്കണ്ടത്തെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് കൊയിനിപ്പാറയും അതുപോലെ മുനിപ്പാറയും. നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഞങ്ങൾ കല്ലടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത്. അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. എല്ലാവർക്കും നീന്തി കുളിക്കാൻ പറ്റുന്ന ഒരിടം. വെള്ളച്ചാട്ടത്തിൻ്റെ കരയിൽ അതിമനോഹരമായൊരു വൃക്ഷം തണലേകി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ കണ്ടത്. അരുവികളും പുഴകളും ഒക്കെയായി അതിമനോഹരമായ മാമലക്കണ്ടം എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന, നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നല്ല ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഇത് മാമലക്കണ്ടത്തുള്ള മലയോര ഹൈവേ ആണ്. ഇതിപ്പോൾ ഫോറസ്റ്റുകാർ അടച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് മാമലക്കണ്ടത്തേക്കുള്ള KSRTC ബസ്സാണ്. പന്തപ്ര ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലെ യുവാക്കൾ പണിത ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത്. ഇനി ഞങ്ങൾ രാത്രി യാത്രയാണ്, ജീപ്പ് സവാരി.